ഫാസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ആണ്. ആൽഗെ ആർ ഫോട്ടോട്രോഫ്സ് ദാറ്റ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആൻഡ് ദേ പ്രൊഡ്യൂസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഇവർ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇറ്റ് ക്യാൻ പ്രിപ്പയർ ഇറ്റ്സ് ഓൺ ഫുഡ്. അവർക്ക് അവരുടെ തന്നെ ഫുഡിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദേ പ്രൊഡ്യൂസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൻ്റെ ടൈമിൽ അവർ ഫുഡ് മാത്രമല്ല, ഫുഡിൻ്റെ കൂട്ടത്തിൽ ഓക്സിജനെയും കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ദേ ആർ യുബിക്യൂറ്റസ്. യുബിക്യൂറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ട് ഇൻ എവ്രിവെയർ. ദെൻ മെജോറിറ്റി ഓഫ് ദി ആൽഗെ ആർ അബണ്ടൻറ്റ് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. കൂടുതലും ആൽഗീസ് കാണുന്നത് സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വാട്ടറിലാണ്. ഒഴുകുന്ന വാട്ടറിൽ ആ മെജോറിറ്റി കാണാറില്ല. ഓക്കെ, ദീസ് ആർ aquatic organisms. Then it's actually not clear. Algae has both beneficial and harmful effects. Beneficial effects ഉണ്ട്, അതുപോലെ തന്നെ harmful effects ഉണ്ട് ആൽഗയ്ക്ക്. Then ഫസ്റ്റ് നോക്കുന്നത് ആസ് ബെനിഫിഷ്യൽ യൂസസ് ആണ്. ഇറ്റ്സ് എ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. ആൽഗെ ആർ മെയിൻ ഓക്സിജൻ പ്രൊഡ്യൂസേഴ്സ് ഇൻ അക്വാട്ടിക് ഏരിയാസ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനകത്തെ മെയിൻ ആയിട്ടുള്ള ഓക്സിജൻ പ്രൊഡ്യൂസേഴ്സ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ ഡിക്രീസിങ് വാട്ടർ പൊല്യൂഷൻ ബിക്കോസ് ഇറ്റ് റിലീസസ് ഓക്സിജൻ. ഓക്സിജനെ റിലീസ് ചെയ്യുന്നത് എന്ത് വഴി? വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള BOD ലെവൽ ഡിക്രീസ് ചെയ്യുവാണ്. അതായത് അതിനകത്ത് ജീവിക്കുന്ന വാട്ടർ ഓർഗാനിസംസിന് ജീവിക്കാൻ വേണ്ട ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി ലാക്ക് ചെയ്യുന്നതിനാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഈ വാട്ടർ പൊല്യൂഷനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗിൻ്റെ പ്രസൻസ് അതിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈറ്റോപ്ലാങ്ക്ടൺസിൻ്റെ പ്രസൻസ് അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബൈ റിലീസിങ് ഓക്സിജൻ ബൈ ഫോട്ടോസിന്തസിസ്. 10% ഓഫ് ടോട്ടൽ ഫോട്ടോസിന്തസിസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ആൽഗെ. അതായത് പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഇനി ഈ പ്ലാന്റ്സിനെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റയർ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എൻ്റയർ എക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 10% ഓഫ് ടോട്ടൽ ഫോട്ടോസിന്തസിസും ക്യാരി ഔട്ട് ചെയ്യുന്നത് ആൽഗെയാണ്. ദെൻ ആൽഗെ ആസ് ഫുഡായിട്ട് ആൽഗേനെ യൂസ് ചെയ്യുന്നുണ്ട്. ദി ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് അനിമൽസ് ആർ ഡിപ്പെൻഡൻറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അപ്പോൺ ആൽഗെ. എവിടെ? ഇൻ വാട്ടർ എക്കോസിസ്റ്റം, അതായത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിഷും അതുപോലെ തന്നെ വേറെ ചെറിയ അക്വാട്ടിക് അനിമൽസ് ദാറ്റ് ആർ ഹെർബ്സിനെ കഴിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിനെ കഴിക്കുന്ന അനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാം തന്നെയും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആസ് എ പ്രൈമറി ഫുഡ് എന്നുള്ള നിലയ്ക്ക് ആൽഗനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ദെൻ ആൽഗൽ സ്പീഷീസ് ആർ യൂസ്ഡ് ഫോർ ഫുഡ് ഇൻ സെവറൽ കൺട്രീസ് ആൻഡ് ഇൻ സെവറൽ ഫോംസ്. ഒരുപാട് കൺട്രീസിൽ എന്തിനാ യൂസ് ചെയ്യുന്നുണ്ട്? ആൽഗെ ആസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ജപ്പാൻ, വൺ ഓഫ് ദി കൺട്രീസ് വെയർ ആൽഗെ യൂസ്ഡ് ആസ് എ മേജർ ഫുഡായിട്ട് തന്നെ ആൽഗനെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് പോർഫൈറ ടെനേറ, ഫിയോഫൈസിൻ മെമ്പർ ആണ്. ഈ പോർഫൈറ ടെനേറനെയാണ് അവർ മെജോറിറ്റി ഓഫ് ദി ജാപ്പനീസ് യൂസ് ചെയ്യുന്നത് ആസ് ദെയർ ഫുഡ് ഐറ്റം. സുഷി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുഡ് ഉണ്ട്. അതായത് ബോയിൽഡ് റൈസിനെ സീവീഡിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഈ പോർഫൈറ ടെനേറ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ലെങ്തി ആയിട്ടായിരിക്കും വയ്ക്കുന്നത്. അതിന് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ സാധനത്തിനകത്ത് സീവീഡിനെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മുടെ ജാം റോൾസ് ഒക്കെ ഇല്ലേ, ജാം റോൾസ് ഒക്കെ പോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ആക്ച്വലി സുഷി എന്ന് പറയുന്നത്. ദെൻ സീവീഡ്സിനെ പ്രോസസ്സ് ചെയ്തിട്ട് വേറെയും ഒരു ഫുഡ് ഐറ്റം ഉണ്ട് വിച്ച് ഈസ് കോൾഡ് നോറി, NORI, നോറി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 ഫുഡ് ഐറ്റംസ് ആണ് മെയിൻലി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മേജർ. ഇനി അതല്ലാതെ സാലഡ്സിനകത്തും അതല്ലാണ്ട് സൂപ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് സീവീഡ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആൽഗനെ യൂട്ടിലൈസ് ചെയ്തിട്ട്. ദെൻ ആൽഗെ ആർ റിച്ച് ഇൻ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ലിപ്പിഡ്സ് ആൻഡ് മിനറൽസ്. ഇവരെ വെറുതെ ഇങ്ങനെ ഫുഡായിട്ട് യൂസ് ചെയ്യല്ല. അവരുടെ ഉള്ളിൽ, അതായത് ഈ ആൽഗേൻ്റെ ബോഡിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി ഇതിനെ ഒരു ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രോട്ടീൻസിന്റെ പ്രസൻസ് ഉണ്ട്, വൈറ്റമിൻ A, B, C ആൻഡ് E പ്രസന്റ് ആണ്. ദെൻ ലിപ്പിഡ്സിന്റെ പ്രസൻസ് ഉണ്ട്. ദെൻ മിനറൽസ് പ്രസന്റ് ആണ്. ആൽഗെ ലൈക്ക് ലാമിനേരിയ, അലേറിയ, ആർത്രോതാമു യൂസ്ഡ് ആസ് വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഗേസ് ആണ് ലാമിനേരിയ, അലേറിയ ആൻഡ് ആർത്രോതാമു. ദെൻ ക്ലോറല്ല ഈസ് യൂസ്ഡ് ടു മേക്ക് പേസ്ട്രീസ്, കേക്ക്സ് ആൻഡ് സാൻഡ്വിച്ചസ്. കേക്ക്സും സാൻഡ്വിച്ച് അതുപോലെ തന്നെ പേസ്ട്രീസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ക്ലോറല്ലേനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മെയിനായിട്ടും സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 ആൽഗേസ് ആണ്. ഒന്ന് സ്പൈറോഗൈറ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇഡഗോണിയം. അതുപോലെ തന്നെ അൾവ ലക്ട്യൂണ എന്ന് പറയുന്ന ആൽഗേനെ സ്കോട്ട്ലൻഡിയൻസ്
സാലഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ കോളർപ്പ റെസിമോസ ഈസ് കൾട്ടിവേറ്റഡ് ഇൻ ഫിലിപ്പൈൻസ് ഫോർ ഫുഡ് പർപ്പസ്. ഫുഡ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ നാച്ചുറലി മാത്രമല്ല അവർ കൾട്ടിവേഷനും കൂടി നടത്തുന്നുണ്ട് ഓഫ് കോളർപ്പ റെസിമോസ. Then vitamin B is found in alva, enteromorpha, laminaria, alaria, porphyra. ഈ പറയുന്ന എൻ്റെയർ ആൽഗയ്ക്കും വൈറ്റമിൻ ബിയുടെ പ്രസൻസ് ഉണ്ട്. ദെൻ വൈറ്റമിൻ സി ഈസ് പ്രസന്റ് ഇൻ അൾവ, എൻറ്ററോമോർഫ, അലേറിയ ആൻഡ് അൻഡേറിയ. ദെൻ ക്ലോറല്ല അറിയപ്പെടുന്ന തന്നെ സ്പേസ് ആൽഗെ എന്നാണ്. അതുപോലെ തന്നെ സെൻഡസ്മസ്, സിൻകോക്കസ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് സിംഗിൾ സെൽ പ്രോട്ടീൻ, അതായത് ഇതെല്ലാം തന്നെ യൂണിസെല്ലുലർ ആയിട്ടുള്ള ആൽഗീസ് ആണ്. ഇതിനെ ഒരു ആസ് എ ഹോൾ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോറല്ലിനെ സ്പേസ് ആൽഗെ എന്ന് പറയാൻ കാരണം സ്പേസിലേക്കൊക്കെ റിസർച്ചിനൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവിടത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ക്ലോറല്ലിനെയാണ് ആസ് എ ഫുഡ് സോഴ്സ്. അതായത് മോസ്റ്റ്ലി പ്രോട്ടീൻ ആണല്ലോ അവർക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, സിംഗിൾ സെൽ പ്രോട്ടീൻ ക്യാരി ചെയ്യാനും എളുപ്പമാണ്, കഴിക്കാനും കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബോഡിയിൽ എനർജി റിക്വയർമെൻറ്റിന് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ക്ലോറല്ലിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറല്ല, സെൻഡസ്മസ്, സിൻകോക്കസ് ഒക്കെ these algae are rich in protein and these are called single cell proteins. Then algae as fodder for cattle. നമ്മൾ മാത്രമല്ല കാറ്റിലിനൊക്കെ ഫോഡർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സാമ്പിൾ വരുന്നതാണ് റോഡോമേനിയ, പാമേറ്റ ആൻഡ് അലറിയ എസ്കുലൻഡ ആർ ഫേവറബിൾ ഫുഡ് ഫോർ ഗോഡ്സ്, കൗ, ഷീപ്പ് ഇൻ സ്കോട്ട്ലൻഡ്, അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന റോഡോമിനിയ, പാമേറ്റ അല്ലെങ്കിൽ അലേറിയ എസ്കുലൻഡ പോലെയുള്ളവരെയൊക്കെ കൗവിന് അതുപോലെ തന്നെ ഗോട്ടിന്, ഷീപ്പിനൊക്കെയും ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്, മീൻസ് ഫോഡർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ലാമിനേരിയ, സക്കാരിന, പെൽവിഷ്യ, ആസ്കോഫിലം സ്പീഷീസ് ആർ യൂസ്ഡ് ആസ് ഫുഡ് ഫോർ കാറ്റിൽ ഫുഡായിട്ടും കൊടുക്കുന്നുണ്ട്. ലാമിനേരിയ, സക്കാരിന, പെൽവിഷ്യ, ആസ്കോഫിലം ഒക്കെ. ദെൻ ആൽഗെ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫുഡ് സോഴ്സ് ഇൻ പിസിക്കൾച്ചർ. അതുപോലെ തന്നെ പിസിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിനെ ആർട്ടിഫിഷ്യലി കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഫിഷിൻ്റെ കൾച്ചർ നടത്തുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആൽഗെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫുഡ് സോഴ്സ് ആയിട്ട് ഫിഷിന് കൊടുക്കുന്നുണ്ട്. ദെൻ സം കൺട്രീസ് ഹാവ് ഡെവലപ്ഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ഫോർ പ്രോസസ്സിംഗ് ദി സീവീഡ്സ് ഇൻറ്റു സ്യൂട്ടബിൾ കാറ്റിൽ ഫീഡ്. അതായത് ദ ഹോൾ ആൽഗെ അങ്ങനെ തന്നെ എന്താക്കാൻ പറ്റില്ല, ചില സമയത്ത് ഫോഡറായിട്ട് അനിമൽസിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഇതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സീവീഡ്സിനെ പ്രോസസ്സ് ചെയ്ത് ഫോഡറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില ഇൻഡസ്ട്രീസൊക്കെ സ്മോൾ ബിസിനസ് പോലെ അല്ലെങ്കിൽ ചെറിയ ഇൻഡസ്ട്രീസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന ആൽഗയുടെ എക്സാമ്പിളാണ് എസ്കോഫിലം, ഫ്യൂക്കസ് ആൻഡ് ലാമിനേരിയ. ദെൻ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മാക്രോസിസ്റ്റിസ് ഈസ് എ റിച്ച് ഇൻ വൈറ്റമിൻ എ ആൻഡ് ഇ. വൈറ്റമിൻ എയും ഇയും കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു ആൽഗയാണ് മാക്രോസിസ്റ്റിസ് എന്ന് പറയുന്നത്. മിൽക്ക് ഈൽഡിങ് ആയിട്ടുള്ള കൗവിനും അതുപോലെ തന്നെ നമ്മൾ ഇത് കാറ്റിൽ ഫീഡിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഫോഡറിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഹൈ ഈൽഡ് കിട്ടും എന്നാണ് പറയുന്നത്. മിൽക്കിൻ്റെ ഈൽഡ് കൂടും എന്നാണ് പറയുന്നത്. വൈറ്റമിൻ എയുടെയും ഇയുടെയും പ്രസൻസ് ഉള്ളതുകൊണ്ട്. കെലീസ് എൻഹാൻസ്ഡ് വെൻ ഡ്രൈഡ് സീവീഡ്സ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് കൗവീഡ്. കൗവീഡിൻ്റെ അകത്ത് ഈ പറയുന്ന മാക്രോസിസ്റ്റിസിനെ ഡ്രൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഫോർ ഇൻഡസ്ട്രിയൽ യൂസ്. ഓക്കെ, 1 second. ഓക്കെ, ഇൻഡസ്ട്രിയൽ യൂസിനകത്ത് ഫസ്റ്റ് വരുന്നത് ആൽഗെ ആസ് സോഴ്സ് ഓഫ് അയഡിൻ. ദെൻ അതുപോലെ തന്നെ ഡയാറ്റമേറ്റ്. ഇൻഡസ്ട്രിയൽ പർപ്പസ് ആർ മെനി. ദെൻ കെൽപ്പ്, ദെൻ അഗർ, ദെൻ ആൽജിൻ, കരാജിനിൻ, പിന്നെ ബ്രോമിൻ, ഗ്ലൂ, ഇങ്ങനെ കുറേ ഇൻഡസ്ട്രിയൽ യൂസസ് ഉണ്ട് ആൽഗയ്ക്ക്.
ഫസ്റ്റ് ഉണ്ടായിരുന്നത് ആസ് എ സോഴ്സ് ഓഫ് അയഡിൻ സോഴ്സ് ആയിട്ടാണ്. മറൈൻ ആൽഗെ ആർ റിച്ച് ഇൻ അയഡിൻ ആൻഡ് സെവറൽ അതർ ഇമ്പോർട്ടൻറ്റ് മിനറൽസ്. അയഡിൻ മാത്രമല്ല, മറൈൻ ആൽഗയിൽ അയഡിൻ കൂടാതെ വേറെയും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് ഒക്കെ പ്രസന്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇങ്ങനത്തുള്ള ആൽഗേനെ എടുത്തിട്ട് അയഡിൻ ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ, അപ്പോൾ ഇതിനെ ഒരു ഫോഡറായിട്ട് മിൽക്ക് ഈൽഡിങ് ആയിട്ടുള്ള അനിമൽസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് കൗ, ഗോട്ട് അങ്ങനെയുള്ള അനിമൽസിന് കൊടുക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ എഗ്ഗ് ഉണ്ടാക്കുന്ന, അതായത് ഹെൻസിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അയഡിൻ റിച്ച് ആയിട്ടുള്ള മിൽക്കും എഗ്ഗും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. Then next use of algae as diatomite. Diatomite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റോക്ക് ലൈക്ക് ഡിപ്പോസിറ്റ്സ് ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സിലിഷ്യസ് സെൽ വോൾസ് ഓഫ് ഡെഡ് ഡയറ്റംസ്. അതായത് ഡെഡായി പോയ ഡയറ്റംസ്, ഫോസിൽ ഡയറ്റംസിൻ്റെ കുറേ ഇങ്ങനെ സോയിലിൻ്റെ അടിയിൽ ഇങ്ങനെ ഡിപ്പോസിറ്റായി കിടക്കുകയാണ്. ഹാഡ് കളക്റ്റഡ് ഓവർ മെനി മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഒരുപാട് വർഷം മുമ്പ് തൊട്ടേ ഉള്ള ഡയറ്റംസിൻ്റെ ഇൻഡിസ്ട്രക്റ്റബിളായിട്ട് ഇതിങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടന്നിട്ട് സെഡിമെന്റ് ചെയ്ത് കിടക്കാണ്. ഇങ്ങനെ ഇതിനെ ഫോസിലൈസ്ഡ് റിമെയിൻസിനെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതെല്ലാം തന്നെയും ഡയാറ്റം എന്നും പറയുന്ന സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഒരു ആൽഗേന്റെ സെഡിമെന്ററി ഡിപ്പോസിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഫോസിലൈസ്ഡ് ഡിപ്പോസിറ്റ്സ് ആണ്. ഇതിനെ കാണപ്പെടുന്നത് ആസ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും ഇങ്ങനെ ഡയറ്റമേറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഓവർ മെനി ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊരു വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത്. ഇതുവരെ നമുക്ക് കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഹൈ തിക്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1400 ഫീറ്റ് തിക്നെസ്സിൽ നമുക്ക് കാലിഫോർണിയ, USA കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഏറ്റവും വലിയ ഡയറ്റമേഷ്യസ് എർത്ത് കണ്ടെത്തിയത്. ദെൻ ഇറ്റ് ഈസ് എ വൈറ്റിഷ് ആൻഡ് ഫേം സബ്സ്റ്റൻസ്. ഈ ഡയറ്റമേറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റിഷ് ആൻഡ് ഫേം ആണ്, ബട്ട് ഇറ്റ്സ് വെരി സോഫ്റ്റ് ആൻഡ് ലൈറ്റ്. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ആക്ച്വലി ഇറ്റ്സ് ലൈറ്റ് ഇൻ സ്ട്രക്ചർ. then highly porous ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഇൻസോലബിൾ, കെമിക്കലി ഇനേർട്ട്, ഫയർ പ്രൂഫ് ആൻഡ് ഹൈലി അബ്സോർബൻറ്റ്. അപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട് ഈ ഡയറ്റമേറ്റിന്. യൂസ്ഡ് ഇൻ ഫിൽട്രേഷൻ പ്രോസസ് ഇൻ ഓയിൽ റിഫൈനറീസിൽ ഫിൽട്രേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഷുഗർ ഇൻഡസ്ട്രീസിൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഫിൽട്രേഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ ക്ലിയറിംഗ് സോൾവെൻസിനെ ക്ലിയർ ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ആസ് എൻ ഇൻസുലേറ്റർ ഓഫ് റെഫ്രിജറേറ്റേഴ്സിനകത്ത് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബോയിലേഴ്സ്, ഹോട്ട് ആൻഡ് കോൾഡ് പൈപ്സ്, ഹോളോ ടൈൽ ബ്രിക്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റൂംസ്. അതായത് സെയിം ടെമ്പറേച്ചർ തന്നെ ആ റൂമിനകത്ത് നിൽക്കണം, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഹോളോ ടൈൽസിനെ അല്ലെന്നുണ്ടെങ്കിൽ ഹോളോ ടൈൽ ബ്രിക്സ് ഉണ്ടാക്കും. ആ സമയത്ത് അതിനകത്തും ഈ ഡയറ്റമേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ സൗണ്ട് പ്രൂഫ് റൂംസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഇൻ പാക്കിംഗ് കോറോസീവ് കെമിക്കൽ ലിക്വിഡ്സ്, കോറോസീവ് ആയിട്ടുള്ള കെമിക്കൽ ലിക്വിഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പാക്കിങ്ങിന് വേണ്ടിയിട്ട്, ഇൻ മാനുഫാക്ചർ ഓഫ് ഡൈനാമേറ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന ഡയറ്റമേറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ആസ് എ കോൺസ്റ്റുവന്റ് ഇൻ ടൂത്ത് പേസ്റ്റിന് അതൊരു കോൺസ്റ്റുവന്റ് ആണ്. ആൻഡ് എ ബേസ് ഓൺ ഓട്ടോമൊബൈൽ ആൻഡ് സിൽവർ പോളിഷസ്. ഓട്ടോമൊബൈലിന്റെയും അതുപോലെ തന്നെ സിൽവർ പോളിഷസിന്റെ ഒക്കെ ഉള്ള ടൂത്ത് പേസ്റ്റിനകത്തും ഉള്ള ഒരു കോൺസ്റ്റുവന്റ് ആണ് ഈ പറയുന്ന ഡയറ്റമേറ്റ് എന്ന് പറയുന്നത്. ദെൻ യൂസ്ഡ് ആസ് എൻ അബ്സോർബന്റ് ഓഫ് നൈട്രോഗ്ലിസറിന്റെ അബ്സോർബന്റ് ആയിട്ട് ഇതിനെ യൂട്ടിലൈസ് ചെയ്തിരുന്നു ഇൻ ദി മാനുഫാക്ചർ ഓഫ് ഡൈനാമേറ്റിന്റെ പ്രൊഡക്ഷന്റെ സമയത്ത് നൈട്രോഗ്ലിസറിന്റെ അബ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ്, ബിഫോർ. ദെൻ നെക്സ്റ്റ് ഈസ് കെൽപ്പ് ആഷ് അല്ലെങ്കിൽ ബ്രൗൺ ആൽഗെ ആണ്. സോഴ്സ് ഓഫ് അയഡിൻ, സോഡ, പൊട്ടാഷിന്റെ ഒക്കെ ഒരു ഭയങ്കര സോഴ്സ് ആണ് കെൽപ്പ് എന്ന് പറയുന്നത്. ഇൻ ജപ്പാനിൽ നോക്കിക്കഴിഞ്ഞാൽ 100 ടൺസ് ഓഫ് അയഡിൻ ആണ് ഈ പറയുന്ന കെൽപ്പിന്റെ അകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ദെൻ ചീഫ് ജനറ ദാറ്റ് എംപ്ലോയിഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് അയഡിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൽഗിൻ സോഴ്സസ് എന്ന് പറയുന്നത് ലാമിനേരിയ, ഫ്യൂക്കസ്, എക്ലോണിയ, അസ്കോഫിലം, സാക്രൈസ ആൻഡ് എസ്നിയ എന്നുള്ളതാണ്. ഇത്രയാണ് കെൽപ്പിനെ കുറിച്ചിട്ടുള്ളത്. Then next one is agar ആണ് അടുത്തൊരു സോഴ്സ്. ഇറ്റ് ഈസ് എ മ്യൂസിലേജിനസ് പ്രൊഡക്റ്റ്, ഒരു മ്യൂസിലേജിനസ് പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം റെഡ് ആൽഗയ്ക്കകത്തുനിന്നാണ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദെയർ സെൽ വോൾസ്. ഈ മ്യൂസിലേജിനസ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് ഈ റെഡ് ആൽഗേന്റെ സെൽ വോൾസിനകത്താണ്, എലോങ് വിത്ത് സെല്ലുലോസ്. സെൽ വോളിലാവുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ എന്തുണ്ടായിരിക്കും, സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും, സെല്ലുലോസിക് സെൽ വോൾ ആണ്.
അപ്പോൾ ഈ സെല്ലുലോസിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ മ്യൂസിലജിനസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള അഗർ അഗർ ഇരിക്കുന്നത്. ദെൻ മെയിൻ സോഴ്സ് ഓഫ് അഗർ അഗർ ഈസ് ജെലീഡിയം, ജിഗാട്ടീന ആൻഡ് ഗ്രാസിലേറിയ. ഇത് മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ടുള്ള ആൽഗൽ സോഴ്സ് ഓഫ് അഗർ അഗർ എന്ന് പറയുന്നത്. ഇനി ഈ അഗർ അഗർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ജെലാറ്റിനസ് ക്ലിയർ നൈട്രോജൻ ഫ്രീ എക്സ്ട്രാക്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഗാലക്ടോസ് ആൻഡ് സൾഫേറ്റ്. ഗാലക്ടോസും സൾഫേറ്റും ഉണ്ടായിരിക്കുന്ന ഒരു നൈട്രോജൻ ഫ്രീ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആണ്, വിച്ച് ഈസ് ജെലാറ്റിനസ് ഇൻ സ്ട്രക്ചർ ആണ്, അതുപോലെ തന്നെ ക്ലിയർ ആണ്. ഓക്കെ, ഇനി യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ മൈക്രോബയോളജി. നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനും മൈക്രോബയോളജിയിലൊക്കെ നമ്മൾ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൈൻ്റെ ഒക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ പെട്രി ഡിഷ് ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കെമിക്കലൊക്കെ ഒഴിച്ച് വെക്കില്ലേ, കൾച്ചർ മീഡിയ ഡെവലപ്പ് ചെയ്യില്ലേ, ആ കൾച്ചർ മീഡിയ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്, അതായത് നമ്മളിത് ചൂടാക്കി ഒഴിക്കുന്ന സമയത്ത് കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ മീഡിയ ഉണ്ടാക്കുക. മീഡിയ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ പെട്രി ഡിഷിനകത്ത് ഒഴിച്ചു വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു വെച്ച് അത് തണുത്ത് കഴിയുമ്പോൾ അത് സെറ്റ് ആകുന്നുണ്ട്. ആ സെറ്റ് ആകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി പ്രസൻസ് ഓഫ് അഗർ അഗർ ആണ്. നമ്മൾ അവിടെ അഗർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഗരോസിന്റെ പ്രസൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ഈ അഗർ അഗർ വരുന്ന വേറെ എണ്ണമാണ് അഗരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഏജ്. ഇലക്ട്രോഫോറസിന്റെ ഒരു ഒരു ടെക്നിക്കാണ് ഏജ് എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന അഗറിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ മൈക്രോബയോളജി ലാബോറട്ടറീസിൽ യൂസ് ചെയ്യുന്നുണ്ട് ആസ് എ ബേസ് ഫോർ ദി കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയയുടെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ കൾച്ചറിന് വേണ്ടിയിട്ട് ബാക്ടീരിയയുടെയും അതുപോലെ തന്നെ ഫംഗിയുടെയൊക്കെ. ദെൻ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് മെഡിസിൻസ്. കുറേയൊക്കെ മെഡിസിൻസിൻ്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്, എക്സ്പെഷ്യലി ആസ് എ ലാക്സേറ്റീവ്. ഒരു ലാക്സേറ്റീവ് ആയിട്ടാണ് ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് സ്റ്റഫ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആസ് ബ്രെഡ്സ്, പേസ്ട്രീസ്, ചീസ്, ജെല്ലീസ്, ഡിസേർട്ട് ആൻഡ് ഇൻ ഡയറി പ്രോഡക്ട്സ് ആസ് ആൻ ആൻറ്റി ഡ്രൈയിങ് ഏജൻറ്റ്. ഇതിനൊരു ആൻറ്റി ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ടാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയട്ടെ, ചീസ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അതിനൊരു എന്താ പറയുന്നത്, എപ്പോഴും അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാലും ഇനി അതെല്ലാം നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാലും അതിനൊരു ഡ്രൈ ആകുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനെപ്പോഴും ഒരു മോയ്സ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? ആക്ച്വലി അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ദി പ്രസൻസ് ഓഫ് അഗരോസ് ആണ്, അല്ലെങ്കിൽ അഗറാണ്. ദെൻ മീറ്റ് ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ അഗറിനെ യൂസ് ചെയ്തിരിക്കുന്നത് ആസ് ടെമ്പററി പ്രിവെൻറ്റീവ് ഓഫ് മീറ്റ് ആൻഡ് ഫിഷ് ക്യാനിങ്. അതായത് കുക്ക് ചെയ്തിട്ടുള്ള ഫിഷൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്, മീറ്റൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ക്യാനിങ്ങിന്, അതായത് ഒരു ക്യാനിനകത്ത് തന്നെ വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഒരു പാക്കറ്റിലായിരിക്കുമല്ലോ. ഈ പാക്കറ്റിൽ വെച്ചിട്ട് തന്നെ അതിനെ കുക്ക് ചെയ്തിട്ട് ആഫ്റ്റർ അവരെന്തേക്കും ഓയിലല്ലെന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചിട്ട് സീൽ ചെയ്ത് വെച്ചേക്കും ലാസ്റ്റ് ഫോർ ഒരു കുറച്ച് മാസങ്ങളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലാസ്റ്റ് ഫോർ ഫ്യൂ ഇയേഴ്സ് ഒക്കെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താവാൻ പാടില്ല, കണ്ടാമിനേഷൻ ആവാൻ പാടില്ല, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ നശിച്ചു പോകാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ മീറ്റിനെ പ്രോസസ്സ് ചെയ്ത് ക്യാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പററി പ്രിവെൻറ്റീവായിട്ട്, അതായത് ക്യാനിങ് ഒഴിവാക്കാൻ വേണ്ടി അത് ക്യാൻ ചെയ്ത് വെക്കുകയാണ്. ടിന്നിനകത്തിട്ട് വെക്കുന്ന സമയത്ത് അത് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവും കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന അഗർ എന്ന് പറയുന്നത്. പിന്നെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ, ലെതർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രീസിലൊക്കെയും തന്നെയും ഈ പറയുന്ന അഗറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അഗറിനെ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ആൽഗെ, അല്ലെങ്കിൽ അഗറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആൽഗേസ് എന്ന് പറയുന്നത് ജെലീഡിയം, ഗ്രാസിലേറിയ, ജിഗാട്ടിനെ. ഇതെല്ലാം തന്നെയും ബിലോങ്സ് ടു റെഡ് ആൽഗെ ആണ്. ദെൻ ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ജെലാറ്റിനസ് നൈട്രോജൻ ഫ്രീ എക്സ്ട്രാക്ട് ആണ്, കണ്ടെയ്നിങ് ഗാലക്ടോസ് ആൻഡ് സൾഫേറ്റ്. പിന്നെന്ന് പറഞ്ഞാൽ കൾച്ചർ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ലാബിൽ, അതുപോലെ തന്നെ വേരിയസ് മെഡിസിൻസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഡയറി പ്രോഡക്ട്സ്, ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ബ്രെഡ്, പേസ്ട്രീസ്, ചീസ്, ഡെസേർട്സിനൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഫിഷ് ആൻഡ് മീറ്റ് ക്യാനിങ്ങിൻ്റെ ടെമ്പററി പ്രിവെൻറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്മെറ്റിക് ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രീസിലൊക്കെയും ഈ പറയുന്ന അഗറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ആൽജിൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ്, ഇറ്റ്സ് എ കൊളോയിഡൽ മെറ്റീരിയൽ ആണ് വിത്ത് എ മോളിക്കുലർ ഫോർമുല ഓഫ് C6H8O6 എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത്. ഫൗണ്ട് ഇൻ ദി മിഡിൽ ലാമെല്ല ആൻഡ് പ്രൈമറി വോൾ ഓഫ് ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗയുടെ
മിഡിൽ ലാമെല്ലയിലും അതുപോലെ തന്നെ പ്രൈമറി വോൾസിലുമായിട്ടാണ് ഈ പറയുന്ന ആൽജിൻ്റെ പ്രസൻസ് കാണിക്കുന്നത്. ഈ മിഡിൽ ലാമെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് സെൽസ്, ഇപ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സെൽസിൻ്റെ ഇടയ്ക്ക് ഈ അടുത്തടുത്ത് നിൽക്കുന്ന സെൽ വോൾസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ആക്ച്വലി മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു വരുന്ന പാർട്ടാണ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. ഈ മിഡിൽ ലാമെല്ലയിലും അതുപോലെ പ്രൈമറി വോൾസിലുമായിട്ടാണ് എന്ത് കാണുന്നത്, ഈ പറയുന്ന ആൽജിൻ എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് കാണുന്നത്. ആൽജിൻ ഓർ ആൽജിനേറ്റ്സ് ആർ സോലുബിൾ കാൽഷ്യം മഗ്നീഷ്യം സോൾട്ട് ഓഫ് ആൽജിനിക് ആസിഡ്. ആൽജിനിക് ആസിഡിന്റെ സോഡിയം കാൽഷ്യം മഗ്നീഷ്യം സോൾട്ട് ആണ് ആക്ച്വലി ആൽജിൻ എന്ന് പറയുന്നത് ഓഫ് ആൽജിനിക് ആസിഡ്. ആൽജിനിക് ആസിഡ് ആക്ച്വലി ഇൻസോലബിൾ എക്സ്ട്രാക്ട് ആണ്, പക്ഷെ ആൽജിൻ എന്ന് പറയുന്നത് ഇതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതെന്തായിട്ട് മാറും, സോലബിൾ ആയിട്ടുള്ള ഒരു കാൽഷ്യം മഗ്നീഷ്യം സോൾട്ട് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ സോഴ്സ് ഓഫ് ആൽജിനിക് ആസിഡ്. ഇനി എവിടെ നിന്നൊക്കെയാണ് ആൽജിനിക് ആസിഡിനെ എക്സ്ട്രാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അസ്കോഫിലം, ലാമിനേരിയ, ലെസോണിയ, എക്ലോണിയ, മാക്രോസിസ്റ്റിസ്, സർഗാസം, ഫ്യൂക്കസ്, എസീനിയ, ഇത്രയും ആൽഗൽ സോഴ്സിൽ നിന്നാണ് ആൽജിനെ അല്ലെങ്കിൽ ആൽജിനിക് ആസിഡിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഹാവിങ് റിമാർക്കബിൾ വാട്ടർ അബ്സോർബിങ് ക്വാളിറ്റീസ്. ഒരുപാട് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് തിക്നേഴ്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി. ഫുഡ് ഇൻഡസ്ട്രിയിൽ തിക്നേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ പ്രിന്റിംഗ് പേസ്റ്റസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന ആൽജിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എടുക്കുന്ന ആൽഗി എന്ന് പറയുന്നത് മെയിൻലി ആൽജിൻ കാണുന്നത് ആൽജിനായിട്ടല്ല, ആൽജിനിക് ആസിഡ് ആയിട്ടാണ്. ഇറ്റ്സ് എൻ ഇൻസോലബിൾ സബ്സ്റ്റൻസ്. ഇതിനെ സോലബിൾ ആക്കി എടുക്കുന്നത് കാൽഷ്യം മഗ്നീഷ്യം സോൾട്ട് ആക്കിയിട്ടാണ്. അപ്പോൾ അത് സോലബിൾ ആകും. ദാറ്റ് ഈസ് കോൾഡ് ആൽജിൻ. ഓക്കെ, ഇനി ഈ ആൽജിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ആൽജിനിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ആൽജിനിക് ആസിഡ് ഏതൊക്കെ ആൽഗി എന്നാ കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ അസ്കോഫിലം, ലാമിനാരിയ, ലെസോണിയ, എക്നോലിയ, ദെൻ മാക്രോസിസ്റ്റിസ്, ദെൻ സർഗാസം, ഫ്യൂക്കസ്, എസീനിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൽഗിന്നാണ് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. വാട്ടർ അബ്സോർബിങ് ക്വാളിറ്റി ആണ് ഇതിന് മെയിനായിട്ടുമുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. തിക്നേഴ്സ്, ഫുഡ് ഇൻഡസ്ട്രിയിൽ തിക്നേഴ്സ് ആയിട്ട്, അതുപോലെ കോസ്മെറ്റിക്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒക്കെ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലാസ്റ്റിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് പ്രൊഡക്ഷൻ. അതുപോലെ പ്ലാസ്റ്റിക്കിനെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനും പ്രൊഡക്ഷനും വേണ്ടിയിട്ടും ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ആസ് ഇമൽസിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇൻ കോൺഫെക്ഷണറീസ്, ഡെന്റൽ ഇംപ്രഷൻ, പൗഡേഴ്സ് ആൻഡ് പെയിന്റ്സ് ആൻഡ് ഐസ്ക്രീംസ്. ഇത്രയും കാര്യങ്ങൾക്കും ഇമൽസിഫയേഴ്സ് ആയിട്ടും ആൽജിനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ റബ്ബർ ഇൻഡസ്ട്രി ആൻഡ് ഇൻ ലാറ്റക്സ് പ്രൊഡക്ഷൻ. റബ്ബർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലാറ്റക്സ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ആൽജിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കാരജിനിൻ. കാരജിനിൻ ഈസ് എ ചീഫ് സോഴ്സ് ഓഫ് റെഡ് ആൽഗി. റെഡ് ആൽഗിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി കാരജിനിൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ അഗറും എന്ത് തന്നെയായിരുന്നു, റെഡ് ആൽഗിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. ദെൻ കോൺട്രസ് ക്രിസ്പസ് എന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൽഗേന്റെ പേര് വരുന്നത് കോൺട്രസ് ക്രിസ്പസ് അല്ലെങ്കിൽ ഐറിഷ് മോസ് എന്ന് വിളിക്കും. ജിഗാർട്ടിനകത്തുനിന്നും ഓൾസോ നമ്മൾ എന്ത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, കെരാജിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എക്സ്ട്രാക്റ്റഡ് ആസ് എ മ്യൂസിലേജിനസ് പോളിസാക്കറൈഡ്. ഒരു മ്യൂസിലേജിനസ് പോളിസാക്കറൈഡ് ആണ് ഈ പറയുന്ന കാരജിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഫ്രം ദി സെൽ വോൾസ് ഓഫ് ദി റെസ്പെക്റ്റീവ് ആൽഗെ. ഏതോ ആൽഗയാണോ ഇതിനെടുക്കുന്നത് ആ ആൽഗയുടെ സെൽ വോൾസിനകത്തു നിന്നാണ് കാരജിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. Used as an emulsifying and stabilizing agent in food, textile, pharmaceutical, leather and brewing industry. നമ്മൾ ഇമൽസിഫയറും അതുപോലെ തന്നെ സ്റ്റെബിലൈസിങ് ഏജന്റുമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണെന്ന് വെച്ചാൽ ഫുഡ് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി ആൻഡ് ബ്രൂവിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ഡിയോഡ്രൻസ്, കോസ്മെറ്റിക്സ്, പെയിൻസിനൊക്കെയും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഫിന് റെമഡി ആയിട്ടും നമ്മൾ കാരജിൻ യൂസ് ചെയ്യുന്നുണ്ട്. കോൺട്രസ് ക്രിസ്പസ് എന്നാണ് കാരജിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൽഗിന്റെ പേര് വരുന്നത്. ദെൻ വേറെ യൂസസ് ഓഫ് ഇത് ഇൻഡസ്ട്രിയൽ യൂസിനകത്ത് തന്നെ വേറെ പർപ്പസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രോമിൻ ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഫ്രം റൊഡോമെല ആൻഡ് പോളിസൈഫോണിയ. ദെൻ ഫിനോറി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂവിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഫ്രം ദി റെഡ് ആൽഗി. ഗ്ലിയോപെൽറ്റിസ് ഫർക്കേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽഗിക്ക് എന്താണ് ഗ്ലൂ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ബ്രോമിൻ ഫ്രം പോളിസൈഫോണിയ ആൻഡ് റൊഡോമെല. ദെൻ നെക്സ്റ്റ് ഈസ് മെഡിസിനൽ യൂസ്.
നമ്മൾ നേരത്തെ നോക്കിയ ആൽജിൻ, കാരജിൻ എല്ലാം തന്നെയും ഇൻഡസ്ട്രിയൽ പർപ്പസ് ആയിരുന്നു. നെക്സ്റ്റ് ഈസ് മെഡിസിനൽ യൂസ്. മെഡിസിനൽ യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ള ഇതിനെയാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരുന്നത് ക്ലോറലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഫ്രം ആൽഗെ ക്ലോറല്ല ആണ്. obtained from green algae chlorella that inhibits the growth of certain bacteria. അത് എന്ത് ചെയ്യുന്നുണ്ട്? ചില ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. Then because of high iodine content, ഒരുപാട് അയഡിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ബ്രൗൺ ആൽഗെ ആയിട്ടുള്ള ലാമിനേരിയയെ ഗോയിറ്റർ മെഡിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാമിനേറിയനെ എന്തിനു വേണ്ടിയാണ്? ഗോയിറ്റർ മെഡിസിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഹൈ അയഡിൻ കണ്ടന്റ്. ദെൻ സ്പൈറോഗൈറ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്, അതായത് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ണാടിയൊക്കെ ഉണ്ടാവുമല്ലോ, സ്പെക്സ് ഒക്കെ. ഈ സ്പെക്സ് അതുപോലെ തന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ, അതായത് ഒപ്റ്റിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്യുപ്മെന്റ്സിന്റെയും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിനെയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൈറോഗൈറ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെമ്പേഴ്സ് ഓഫ് ലാമിനാരിയൽസ് യൂസ് ചെയ്യുന്നത് ആസ് എ സർജിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലേബർ ടൈമിൽ സെർവിക്സിനെ ഓപ്പൺ ചെയ്യാനായിട്ട്, അതായത് വിതൗട്ട് ഇഞ്ചുറി ഇല്ലാണ്ട് സെർവിക്സിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലാമിനേരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അഗർ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് പിൽസ് ആൻഡ് ഓയിൻമെന്റ്സ്. പിൽസും ഓയിൻമെന്റ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഗർ യൂസ് ചെയ്യുന്നുണ്ട്. അഗർ ഉണ്ടാക്കുന്നത് എവിടെ നിന്നൊക്കെയായിരുന്നു? ജെലേഡിയ, ഗ്രാസിലേറിയ ആൻഡ് ജിഗാട്ടിന. ബോത്ത് ഓഫ് ദീസ് ആർ ഫ്രം all of these are from red algae. Then carrageen and alginic acid as blood coagulant. കരാജിനും അതുപോലെ തന്നെ ആൽജിനിക് ആസിഡും ബ്ലഡ് കൊയാഗുലന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മെഡിസിനൽ പർപ്പസ് വരുന്നത്.